ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിബേസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസം ഫ്രൈഡേ പൂജ റൊട്ടീനാണ്. അതേസമയം തന്നെ ചതുർത്ഥിയിൽ വിഘ്നേശ്വരനെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട്. വിഘ്നേശ്വരനും ബാക്കിയുള്ള ദേവതകൾക്കുമുള്ള പൂജാ കാര്യങ്ങളാണ് വീഡിയോയിൽ കാണുന്നത്. ഒപ്പം ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണണേ. അതുമാത്രമല്ല, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ബ്രഹ്മമുഹൂർത്തം എന്നിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ഓപ്ഷന് തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ഐക്കണിൽ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ആക്സസ് ടു ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സാപ്പിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മയോട് കൂടി കൂടുതൽ നമുക്ക് ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം, മനസ്സിലാക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രൈഡേ പൂജ ചെയ്യുന്നതിനെ കുറിച്ച് പല വീഡിയോസിലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ആദ്യമായി കാണുന്നവർക്ക് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ വളരെ സ്പെഷ്യലാണ്. ദേവിക്ക് സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്, മഹാലക്ഷ്മിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ദിവസം ദേവി പൂജ ചെയ്യുന്നത്, ദേവി ക്ഷേത്രത്തിൽ പോകുന്നത്, ലളിതാ സഹസ്രനാമം തുടങ്ങിയിട്ടുള്ള ദേവി മന്ത്രങ്ങൾ നമ്മൾ വീട്ടിൽ നെയ്ദീപം തെളിയിച്ചുകൊണ്ട്, നെയ്ദീപമോ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചും നമുക്ക് ദീപം തെളിയിക്കാം. പക്ഷേ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുന്നത് കൂടുതൽ വിശേഷമാണ്. എല്ലാ ദിവസങ്ങളിലും സാധിച്ചില്ലെങ്കിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നെയ്ദീപം തെളിയിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നെയ്ദീപം തെളിയിച്ചുകൊണ്ട് ദേവി മന്ത്രങ്ങൾ ആ വീട്ടിൽ പാരായണം ചെയ്യുന്നത് തീർച്ചയായിട്ടും സകല ഐശ്വര്യങ്ങളും ആ വീട്ടിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഐശ്വര്യപൂർണമായിട്ടുള്ള, സാമ്പത്തിക ഭദ്രതയുള്ള, പ്രശ്നങ്ങളില്ലാത്ത വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം എല്ലാ സ്ത്രീകളുടെയും എല്ലാ പെൺകുട്ടികളുടെയും വലിയൊരു സ്വപ്നമാണ്. ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഐശ്വര്യപൂർണ്ണമുള്ള ഒരു കുടുംബത്തെ നയിക്കുവാൻ എല്ലാ വീടുകളിലെയും ഒരു സ്ത്രീക്ക് കഴിയും. അവൾ മഹാലക്ഷ്മിയാണ്. ഒരു വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് മഹാലക്ഷ്മി തന്നെയാണ്. ഞാൻ പലപ്പോഴായി നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വീട്ടിലാണോ ഒരു സ്ത്രീ ദുഃഖിച്ചിരിക്കുന്നത്, ഒരു പെൺകുട്ടി ദുഃഖിച്ചിരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദാരിദ്ര്യം ആ കുടുംബത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പലർക്കും ഒരു പക്ഷേ തമാശയായി തോന്നാവുന്ന ഈ പ്രസ്താവന നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ, ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആ വീട്ടിലെ സ്ത്രീയെ പെൺകുട്ടിയെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ളൊരു ദാരിദ്ര്യം ആ കുടുംബത്തെ വിടാതെ പിന്തുടരും. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ മഹാലക്ഷ്മിയാണ്. തീർച്ചയായിട്ടും അവൾ മഹാലക്ഷ്മി തന്നെയാണ്. ഒരു കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ ആ സ്ത്രീക്ക് പരിപൂർണമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ട്. അവളെ ലക്ഷ്മിയായി തന്നെ പരിഗണിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത മാത്രമല്ല, ഐശ്വര്യപൂർണമായിട്ടുള്ളൊരു അന്തരീക്ഷം ആ കുടുംബത്തിൽ കൊണ്ടുവരുവാനും നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു പക്ഷേ മാനസികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഇല്ലാതാക്കുവാനും അവൾക്ക് കഴിയും. അവൾക്ക് മാത്രമാണ് അതിന് സാധിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വീട്ടിലെ പുരുഷൻ മാത്രമല്ല എല്ലാ അംഗങ്ങളും ആ വീട് മുന്നോട്ട് നയിക്കുന്ന പെൺകുട്ടിയെ പരിഗണിക്കുക, മുൻഗണന നൽകുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സർവ്വസമ്പത്തിൻ്റെയും അധിപതി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയുടെ ഒരു അംശമാണ്, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന മഹാലക്ഷ്മിയാണ് നമ്മുടെ വീട്ടിൽ അമ്മയായും ഭാര്യയായും സഹോദരിയായും മകളായും കൂടെയുള്ളത്. ആദ്യം നമ്മുടെ വീട്ടിലെ ലക്ഷ്മി സന്തോഷവതിയാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് എത്ര ദൂരത്തുള്ള അല്ലെങ്കിൽ എത്ര അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വേണമെങ്കിലും ദർശനം നടത്താം. അതേപോലെ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒരു കുടുംബത്തെ നശിപ്പിക്കുവാനും അതേസമയം ഒരു സ്ത്രീക്ക് കഴിയും. എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് സംസാരിക്കുന്നത് എന്ന ഒരു ചോദ്യം ഒരു പക്ഷേ ആരുടെയെങ്കിലും മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരേ ഉള്ളൂ. കാരണം നമ്മുടെ വിജയത്തിൻ്റെ തുടക്കം അവിടെയാണ്. അടിസ്ഥാന ഘടകം എന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു വീടിൻ്റെ അസ്ഥി, വീടിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ എത്ര വലിയ കെട്ടിടം മുകളിലേക്ക് പണിതിട്ടും കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ, ഒരു കൊടുങ്കാറ്റടിച്ച് കഴിഞ്ഞാൽ തകർന്നു വീഴുന്ന
ചീട്ടുകൊട്ടാരമായി പോകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനത് പറയാനുള്ള കാരണം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എത്ര തന്നെ നമ്മൾ ഇപ്പോൾ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നു, പൂജ ചെയ്യുന്നു, നമ്മുടെ നാട്ടിലുള്ള വളരെ സ്ഥിരം കാഴ്ചയാണ് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ വീട്ടിൽ ദീപം വയ്ക്കും. പക്ഷെ സന്ധ്യാനേരത്ത് ദീപം വയ്ക്കുന്നതിനേക്കാൾ വളരെ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപാട് നല്ല ഗുണങ്ങൾ, നന്മകൾ തരുന്നൊരു സമയമാണ് ഈ ബ്രാഹ്മമുഹൂർത്തം അഥവാ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന. ഏകദേശം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഒരു 1.5 മണിക്കൂർ മുൻപ് ഈ ബ്രഹ്മമുഹൂർത്തം തുടങ്ങുകയും സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 48 മിനിറ്റുകൾക്ക് മുൻപ് ബ്രഹ്മമുഹൂർത്തം അവസാനിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4:30 മുതൽ 5:15, 5:30ക്കുള്ളിൽ, അതുമല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ടെങ്കിലും വീട്ടിൽ നമ്മൾ ഒരു വീട്ടിൽ ദീപം തെളിഞ്ഞിരിക്കണം. അതാണ് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു വീടിൻ്റെ ആദ്യ ചവിട്ടുപടി എന്ന് പറയുന്നത്. ഒത്തിരി ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മുടെ പൂജാമുറിയിലൊരു സരസ്വതിയുടെ ഫോട്ടോ കൂടി കാണാൻ സാധിക്കും അല്ലേ. ഈ സരസ്വതിയുടെ ഫോട്ടോ നമ്മളുടെ പൂജാമുറിയിൽ വരാനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ശ്രീരാമൻ, എൻ്റെ മകൻ, അവൻ പഠിക്കാനിരിക്കുമായിരുന്നു. അവൻ്റെ അച്ഛനാണ്, പ്രകാശേട്ടനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തോ ഒരു കാര്യം വീണ്ടും 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 പഠിക്കാൻ അത്യാവശ്യം നല്ല മിടുക്കനായിട്ടുള്ള കൊച്ച് ഇടയ്ക്ക് ഒരു 2-3 ദിവസങ്ങൾ നമ്മൾ വീണ്ടും പറഞ്ഞത് തന്നെ ആവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയില്ല. വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു കൊച്ച് പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അവൻ്റെ അച്ഛൻ അവനൊന്ന് വഴക്ക് പറഞ്ഞു, ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. അതിൽ എൻ്റെ മദർ ഇൻ ലോ പെട്ടെന്ന് പേടിച്ചിട്ട് ആൾ ഓടിപ്പോയി. വീട്ടിലുണ്ടായിരുന്ന സരസ്വതി ഫോട്ടോ ആണ്, നല്ല ദിവസം നോക്കി വയ്ക്കാമെന്ന് കരുതിയിട്ട് അത് മറന്ന് അതിനുള്ളൊരു അവസരം വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയിട്ട് മകന് പേരക്കുട്ടീനെ വഴക്ക് പറയുന്നത് കണ്ട ആൾ പേടിച്ചോടിപ്പോയിട്ട് മഹാലക്ഷ്മിയെ വെച്ചതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ വിചാരിച്ചതായിരുന്നു, പക്ഷേ എനിക്കും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടത് വെക്കാൻ പറ്റിയില്ല. അമ്മ വെച്ചു. അതിൻ്റെ അടുത്ത ദിവസം തന്നെ വിശേഷമായിട്ടുള്ള ലക്ഷ്മിക്കും സരസ്വതിക്കുള്ള പൂജ വീട്ടിൽ ചെയ്തു. അതേപോലെ തന്നെ ലക്ഷ്മി കുബേരസ്വാമിയുടെ ഫോട്ടോയും പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്. ഇതും വീട്ടിൽ വെക്കണം. കുറേ ദിവസങ്ങളായി പ്ലാൻ ചെയ്യുന്നു, വന്ന അന്ന് മുതൽ. പക്ഷെ നമുക്കൊരു നല്ല ദിവസം, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം വരുമെന്ന് പറയില്ലേ, ചിലപ്പോൾ അതിൻ്റെ സമയം ഇപ്പോഴായിരിക്കും കേട്ടോ വന്നത്. ലക്ഷ്മി കുബേരസ്വാമി എന്തായാലും വീട്ടിൽ വേണമെന്ന് വിചാരിച്ചിട്ട് എന്നെക്കൊണ്ട് അത്രയും ദിവസം അത് സാധിച്ചില്ല. അപ്പോൾ നല്ല ദിവസം നോക്കിയിട്ട് തന്നെ വളരെയധികം സന്തോഷപൂർവ്വം ലക്ഷ്മി കുബേരസ്വാമിയുടെ ഫോട്ടോയും സരസ്വതിയുടെ ഫോട്ടോയും, പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിൽ തീർച്ചയായിട്ടും ഒരു സരസ്വതിയുടെ ഫോട്ടോ വേണം. അതേപോലെ തന്നെ എന്തിനാണ് ലക്ഷ്മി കുബേരനെ നമ്മൾ കുബേരസ്വാമിയെ, ലക്ഷ്മിയോട് കൂടിയിട്ടുള്ള കുബേരസ്വാമിയുടെ ഫോട്ടോ ആണ് കേട്ടോ. അത് വയ്ക്കുന്നത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കരിയറിൽ നല്ല ഉയർച്ച വേണം, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടായിട്ടുള്ള ആളുകളൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്ന വഴിപാടാണ് ഈ ലക്ഷ്മി കുബേര പൂജ. ലക്ഷ്മി കുബേരസ്വാമിയെ വ്യാഴാഴ്ച ദിവസം, കുബേരകാലം എന്ന് പറയും, വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ ലക്ഷ്മി കുബേരസ്വാമിയുടെ ഫോട്ടോ വീട്ടിൽ വെച്ച് 2 കുബേര വിളക്കുകൾ തെളിയിച്ചുകൊണ്ട്, കുബേര പാനയുണ്ട്, അതിൽ നമ്മൾ പരിപ്പ്, ഉപ്പ്, അതേപോലെ തന്നെ പച്ചരി, നവരത്നങ്ങൾ, ലക്ഷ്മി കുബേര കോയിൻസ്, പച്ചക്കർപ്പൂരം, ഇങ്ങനെ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ കുബേര പോട്ടിൽ നിറച്ച് വെച്ച് നമ്മൾ കുബേര പൂജ എല്ലാ വ്യാഴാഴ്ചകളും ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മിയുടെ, കുബേരനോട് കൂടിയിട്ടുള്ള, കുബേരദേവനോട് കൂടിയിട്ടുള്ള മഹാലക്ഷ്മിയുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ പച്ച കുങ്കുമം നെറ്റിയിൽ വയ്ക്കുന്നത്, പച്ചത്തിരി കൊണ്ട് വിളക്ക് വയ്ക്കുന്നത്, കടങ്ങൾ തീരുവാനും സാമ്പത്തിക ഭദ്രതയുള്ളൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് നയിക്കുവാനും ലക്ഷ്മി കുബേര പൂജ വീട്ടിൽ ചെയ്താൽ മതി. എല്ലാ ദിവസവും നമുക്ക് കുബേര ദീപം വീട്ടിൽ തെളിയിക്കാം. കുബേര വിളക്ക് അറിയാത്തവരുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ കുബേര വിളക്ക് സെയിലിനുണ്ട്. ആർക്കൊക്കെയാണോ കുബേരൻ്റെ ഫോട്ടോയും കുബേര വിളക്കും വേണ്ടത്, ഈ കുബേര വിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പച്ചത്തിരി ഇട്ട് നമ്മൾ ദീപം തെളിയിച്ച്, അതേപോലെ തന്നെ ഫോട്ടോ
ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ അല്പം തിരുമഞ്ജനപ്പൊടി എന്ന് പറയും. തിരുമഞ്ജനപ്പൊടി ദൈവികമായിട്ടുള്ള തയ്യാറാക്കുന്ന ഒരു പൗഡറാണ്. സ്വല്പം തിരുമഞ്ജനപ്പൊടിയും അതേപോലെ തന്നെ ജവാദ് പൗഡറും പച്ചക്കർപ്പൂരവും പനിനീരും അല്പം ചേർത്തിട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ ഫോട്ടോസൊക്കെ, ഭഗവാന്റെ ഫോട്ടോസൊക്കെ തുടയ്ക്കാൻ. അതിനുശേഷം ചന്ദനം കുങ്കുമം കൊണ്ട് പൊട്ട് വയ്ക്കുക. കുബേര വിളക്കിൽ നല്ലെണ്ണയൊഴിച്ച് പച്ചത്തിരിയിട്ട് ദീപം തെളിയിച്ചതിന് ശേഷം ലക്ഷ്മി കുബേര കോയിൻസ് 108 ലക്ഷ്മി കുബേര കോയിൻസ്, ആ കോയിൻസിൽ മഹാലക്ഷ്മിയോട് കൂടിയിട്ടുള്ള കുബേരദേവനും പത്നിയും മഹാലക്ഷ്മിയോട് കൂടിയിട്ടുള്ള ചിത്രവും അടുത്ത പുറത്ത് കുബേര സംഖ്യയും എണ്ണുമുണ്ടായിരിക്കും. അതാണ് ലക്ഷ്മി കുബേര കോയിൻസിൻ്റെ പ്രത്യേകത. അതൊരു 9 കോയിൻസോ 11 കോയിൻസോ 21, 54, 108 കോയിൻസോ വാങ്ങിച്ചിട്ട് ആ കോയിൻസ് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ലക്ഷ്മി കുബേര മന്ത്രാസ് ചൊല്ലാം. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കുബേരദേവന് ഒരു മണി സൗണ്ട് കേൾക്കുന്നത് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മളൊരു നാണയം, ഈ ലക്ഷ്മി കുബേര കോയിൻ ഒരു നിശ്ചിത ദൂരത്തിൽ നിന്ന് പോട്ടിലേക്ക് ഇടുമ്പോൾ അതിൽ നിന്ന് വരുന്ന മണി സൗണ്ട്, അതാണ് നമ്മൾ കുബേരദേവനെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി വീട്ടിൽ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുബേര ദീപമെങ്കിലും ഇപ്പം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും 2 കുബേര വിളക്കിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കാം. കുബേര ലക്ഷ്മി ഫോട്ടോ വീട്ടിൽ വെക്കാം. അതേപോലെ തന്നെ കുബേര പാന എന്ന് പറയും, ബ്രാസിലും ഉണ്ട് മൺകുടത്തിലും ഉണ്ട്. ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വേണമെങ്കിൽ ഒരു കോംബോ ആയിട്ട് ലക്ഷ്മി കുബേര പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കോംബോ ആയിട്ട് തന്നെ, അത് എങ്ങനെയാണ് ആ പൂജ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ എനിക്ക് ടെക്സ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഗൈഡ് ചെയ്യാം. അതേപോലെ തന്നെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഈ കുബേര പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഫോട്ടോ ആണെങ്കിലും കുബേര വിളക്കാണെങ്കിലും കുബേര പാനയാണെങ്കിലും മണ്ണിലും ഉണ്ട് ബ്രാസിലും ഉണ്ട്. നമുക്ക് ഏതാണോ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അടുക്കളയിൽ എന്താണ് മഞ്ഞൾ കൊണ്ട് വരച്ച് വെച്ചിരിക്കുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നു. ഒരു വീടിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ നടക്കുന്നതിന് മുന്നോടിയായിട്ട് അടുക്കള കാണൽ ചടങ്ങ് എന്ന് പലയിടങ്ങളിലും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അടുക്കള കാണൽ ചടങ്ങ്? കാരണം അടുക്കള അത്രയും പ്രാധാന്യമുള്ളൊരു വീടിൻ്റെ ഹൃദയഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത്. ഒരടുക്കളയിൽ മഹാലക്ഷ്മിയും അന്നപൂർണയും വസിക്കുന്നു. നമ്മൾ എപ്പോഴും അടുക്കള വളരെ വൃത്തിയുള്ള രീതിയിൽ, വളരെ കുക്ക് ചെയ്യുന്ന സമയം ഒഴിച്ച് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ എപ്പോഴും അടുക്കള നല്ല വൃത്തിയുള്ളതായിരിക്കണം. ഒരു കാരണവശാലും ആ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ, അതൊക്കെ ദാരിദ്ര്യം, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ദാരിദ്ര്യം കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ലൈഫിൽ കുറേ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ കൃഷ്ണ എനിക്ക് എൻ്റെ ഒരു സഹോദരി, ഒരു സുഹൃത്ത് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി നന്ദി. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി വീണ ചേച്ചി. 2-3 പേര് എനിക്ക് പേഴ്സണലി ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഫോട്ടോസ് വീട്ടിൽ വെക്കാൻ പറ്റുന്നില്ല, 1-2 ഫോട്ടോസ് വെക്കണം. ഏത് ഫോട്ടോ ആണ് ഏറ്റവും നല്ലത്? പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിന് വീട്ടിലും ബിസിനസ് സ്ഥലത്തും ഏത് ഫോട്ടോ ആണ് വെക്കേണ്ടത്? സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ, നല്ല ഭംഗിയുള്ള അത്രയും ഐശ്വര്യമുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ അത്. പച്ച നിറത്തിലുള്ള സാരി ഉടുത്തിട്ടുള്ള, അതേപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള സാരി ഉടുത്തിട്ടുള്ള അത്രയും ഐശ്വര്യമുള്ളൊരു മഹാലക്ഷ്മിയുടെ ഫോട്ടോ നമ്മുടെ കയ്യിൽ, നമ്മുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. സരസ്വതിയുടെ ഫോട്ടോ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ബിസിനസ് സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും സാമ്പത്തിക നേട്ടം, ഒരുപാട് ഫോട്ടോസ് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ നിർബന്ധമായും വേണ്ട ഫോട്ടോ ആണ് മഹാലക്ഷ്മിയുടെ ഫോട്ടോ. അതേപോലെ തന്നെ കുബേരലക്ഷ്മിയോട് കൂടിയിട്ടുള്ള ഫോട്ടോയും നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ്. ഈ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഓം ശരവണ ഭവ. എല്ലാ പുകഴും മുരുകനയ്ക്ക്.